എല്ലാവരും ചെയ്യാം. സർക്കാർ ജോലി എന്താ വന്നത്? ഉണ്ട് നമ്മൾ കൂടെ ബലം കൈയായിട്ടുണ്ട്. ഒന്ന് പേടിക്കണ്ട. ഇപ്പം നമുക്ക് പ്രകൃതിയുടെ ഭാഗമായിട്ട് നമുക്കൊക്കെ മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ എല്ലാവർക്കും. പിന്നെ ഞാൻ നാളെ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. നമ്മൾ എന്താണോ സൃഷ്ടാവ് അതൊക്കെ വരുന്നതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്ന മനോധൈര്യം ഉണ്ടാവുക എന്നുള്ള ഒരു ഉപദേശമൊക്കെ എനിക്ക് തരാൻ പറ്റും. അത്രത്തോളം ആർക്കും തീർച്ചയായിട്ടും പിന്നെ മോള് നല്ലൊരു നിലയിൽ വരുമ്പോഴാണ് പപ്പയ്ക്ക് ഒരാളായിത്തീരുന്നത് അല്ലേ, എൻ്റെ മോളായി. അപ്പോൾ മോള് വിചാരിക്കുക ഞാൻ എൻ്റെ പപ്പേനെ നോക്കാനൊരു മോൾ നല്ല രീതിയിൽ വരുന്നു, നീ ഉറപ്പ്. നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പറ്റാവുന്ന ആശ്വസിപ്പിക്കുക, പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ബാക്കിയൊന്നും നമ്മുടെ കയ്യിലല്ല. എന്തായാലും 2 കാര്യങ്ങളാണ് എനിക്ക് അറിയിക്കാനുള്ളത്. ജെൻസിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ശ്രുതി സേഫായിട്ടൊരു വീട്ടിൽ അടച്ചുറപ്പുള്ള സ്ഥലത്ത് നമ്മൾ അതിനൊരു വീട് വെക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരാണ് കൂടി വന്നത്. അതുവഴി ഒരു വീട് വെച്ച് തരാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഏട്ടനെ പോലെ കൂടെ ഉണ്ട്. ആ ഒരു വാചകം എന്നെ ഓർമ്മിച്ചതാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.